ഇവിടെ ചായയൊന്നും കിട്ടില്ല, നല്ല ചായപ്പൊടി കിട്ടും. 40 രൂപയ്ക്ക് നമ്മുടെ ബോച്ചയുടെ ടീ സ്റ്റാളാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നമുക്ക് നോക്കാം. ഹായ് ഗായ്സ്, നമ്മൾ ട്രിവാൻഡ്രത്ത് ബോച്ച ടീയുടെ സ്റ്റാൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇടപ്പഴിഞ്ഞിലാണ്, ആർഡിയാറിൻ്റെ ഓപ്പോസിറ്റ്. രാവിലെ 10 മണിക്കാണ് അത് ഓപ്പൺ ചെയ്തത്. കഴിഞ്ഞ ഈ മാസം 4-ാം തീയതിയാണ് അത് ഓപ്പൺ ആയത്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ടീ മേടിക്കാൻ വെറും 40 രൂപയാണ്. എല്ലാ ദിവസവും നറുക്കെടുപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് ആ ചേച്ചിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാം. വാ. എൻ്റെ പേര് ഗീത ആർച്ച. ഞാനിവിടെ ഇടപ്പഴിഞ്ഞിയിൽ ഈ മാസം 4-ാം തീയതി ബോച്ചേരിയുടെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് 40 രൂപയുടെ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വരുന്നത്. അതിനകത്തൊരു ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ടാവും. അത് നമ്മുടെ ഫോണിലെ ഗൂഗിൾ സ്കാനിൽ സ്കാൻ ചെയ്തതിന് ശേഷം നമ്മുടെ പേര്, ഫോൺ നമ്പർ, ബാക്കി ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് ലക്കി ഡ്രോ നമ്പർ അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും നറുക്കെടുപ്പുണ്ട്. രാത്രി 10:30-ക്കാണ് നറുക്കെടുപ്പ്. അപ്പോൾ 100 മുതൽ 10 ലക്ഷം വരെയാണ് പ്രൈസ് ഉള്ളത്. പിന്നെ ബമ്പർ പ്രൈസ് ഉണ്ട്, അതിൻ്റെ ഡേറ്റ് അനൗൺസ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സംരംഭമാണിത്. അപ്പോൾ ടൈം രാവിലെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉണ്ട്, അവധി ദിവസമൊന്നും ഇല്ല. എല്ലാ ദിവസവും ഇടപ്പഴിഞ്ഞി RDR ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തായിട്ടാണ്. ഇതല്ലേ ഞാനൊരു ടീ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കട്ട് ചെയ്യണം. കൂപ്പൺ എടുക്കണം. കൂപ്പൺ ഇതിൻ്റെ അകത്താണ് കേട്ടോ. മനസ്സിലായി, ഇതാണ് സാധനം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ കൂപ്പൺ എടുത്ത് ഇതിപ്പോൾ സ്കാൻ ചെയ്യണ്ടേ? സ്കാൻ ചെയ്യണം. അവിടെ ഒരു ഇതിലോട്ട് സ്കാൻ ചെയ്ത് വേണം നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ ഈ കാണുന്ന ലക്കി ടിക്കറ്റിലേക്ക് നമുക്ക് എൻട്രി ആവാൻ പറ്റുള്ളൂ. അത് നമുക്ക് കട്ട് ചെയ്യാം. ആ ഗിഫ്റ്റ് കൂപ്പൺ എടുത്ത് നമ്മുടെ ആ ഗൂഗിളിൽ തന്നെ കയറുക. ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു ക്യാമറ ഉണ്ടാവും. ആ ക്യാമറ ഓപ്പൺ ചെയ്യുക. ക്യാമറ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെടുത്ത ആ കൂപ്പണിൽ ഒരു കോഡ് ഉണ്ടാവും. ആ ഒരു സ്കാൻ കോഡ്. ആ സ്കാൻ കോഡ് നമ്മൾ ഇതിൽ തന്നെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ ആപ്പിലോട്ട് ചെന്ന് കയറും. ആ ആപ്പിൽ തന്നെ ഇൻഫർമേഷനായിട്ട് നമ്മുടെ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പരും പിന്നെ കൂടാതെ നമ്മുടെ ബോച്ചയുടെ ഒരു കോഡ് അതിലുണ്ടാവും. ആൽഫബറ്റും ഡിജിറ്റലും കൂടി ചേർന്നിട്ടുള്ള അതാണ് ഇതിൽ കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അത് മറക്കരുത്. അതാണ് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ സ്റ്റാളിൽ ആരെങ്കിലും കാണാം. അപ്പോൾ നിങ്ങൾ അവരോട് ഒന്ന് ഹെൽപ്പ് ചോദിക്കുക, അവരുടെ സപ്പോർട്ട് മേടിക്കുക. അത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ എന്തായാലും ആ കോഡ് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. കൂടാതെ തന്നെ അതിൽ കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു നമ്പർ കൂടെ ഉണ്ടാവും. അപ്പം 2+2 എത്രയാണെന്നുള്ളത് ചോദിക്കുന്ന പോലെ അങ്ങനെ ഒരു 4 ആണെങ്കിൽ ആ ഒരു ആൻസർ അവിടെ കറക്റ്റ് ആ ചെറിയൊരു കോളത്തിൽ കൊടുക്കുക. അത് കൃത്യമായിട്ട് തന്നെ മറക്കാതെ ചെയ്യാം. ഒരിക്കലും തെറ്റിപ്പോയാൽ കാര്യം ഒരിക്കലും അത് സക്സസ്ഫുൾ ആവില്ല. പിന്നെ വീണ്ടും നിങ്ങളത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് കൃത്യമായിട്ട് അതിന് ആ ഡിജിറ്റലൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കി അതിന് നമ്മൾ ആളെ വിളിച്ച് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ആളെ വിളിച്ച് നമുക്ക് വന്ന് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു കൃത്യമായിട്ട് അതെല്ലാം കൊടുത്തതിന് ശേഷം ആ നമ്പരും കൊടുത്ത് ആ ഡിജിറ്റൽ കൊടുത്തതിന് ശേഷം ഒന്ന് സബ്മിറ്റ്, ആ താഴെ കാണുന്ന റെഡ് അതിൽ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സക്സസ്ഫുള്ളി കാണിക്കും. തിരിച്ച് അതിലും ഒരു ഡണ്ണ് കാണിക്കും. ആ ഒരു മഞ്ഞൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മെസ്സേജ് വരും. അപ്പോൾ അതിലാണ് കൃത്യമായിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇനി വരുന്നത്. ബോച്ചയുടെ ഈ ടീം മേടിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാഷ് പ്രൈസ് കിട്ടിയവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. മറക്കരുത്. പ്രൊഡക്റ്റിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ സ്പോട്ട് മറക്കേണ്ട നമ്മുടെ ട്രിവാൻഡ്രം ഇടപ്പഴിഞ്ഞിലാണ് RDR ഓഡിറ്റോറിയത്തിന് ഓപ്പോസിറ്റ്. അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നവർ ഒന്ന് ട്രൈ ചെയ്തേക്ക്.